ഡു നോട്ട് ടച്ച് എനി മിലിറ്ററി ഡെബ്രീസ്, ഇറ്റ് മേ എക്സ്പ്ലോഡ് ആൻഡ് കിൽ യു. എൻ്റെ അമ്മേ, എവിടെ? അതിനെക്കാട്ടിയും വളരെ ഡേഞ്ചറസ്. എൻ്റെ മോനെ, ഇത് കാണുന്ന പോലെയൊന്നും നല്ല കുത്തനെയുള്ള വലിയ വലിയ കല്ലുകളാണ്. സാധാ നമ്മുടെ 4x4 ഇറങ്ങും തോന്നുന്നില്ല. ഏത് വഴി എടുക്കണ്ടേ? ആ അതാ അങ്ങോട്ടൊരു ഗുഹ പോലെ കഥാ. സീ കേവ് കിടലം പ്ലേസ് ഇട്ടാ, അടിപൊളി. ഡിസ്കവർ സൈപ്രസ് എന്ന 9 days 8 nights നമ്മൾ സൈപ്രസ് ട്രിപ്പിന്റെ എക്സ്പെൻസ് ആണ് ഈ കാണുന്നത്. ഇത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഓർ ഫേസ്ബുക്ക് ത്രൂ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ കുളിച്ച് റെഡി ആയിട്ട് നമ്മൾ റെഡി ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് പാഫോസ് ഗാർഡൻ ഹോളിഡേ റിസോർട്ടിൽ എല്ലാം കഴിച്ചിട്ട് നമ്മൾ ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അല്ല, ഒരു രക്ഷയില്ലാത്ത അടിപൊളി സ്ഥലത്തോട്ട് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങട്ടെ. സോ എക്സൈറ്റഡ്. പാഫോസ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി. നമ്മൾ നേരെ പോകുന്ന ലെറ്റ്സി ബീച്ച് എന്ന് പറഞ്ഞ ബീച്ചിലോട്ടാണ്. സൈപ്രസിന്റെ മുകളിലത്തെ പാർട്ടിലുള്ള ഒരു ബീച്ചാണ് ലെറ്റ്സി ബീച്ച്. ലെറ്റ്സി ബീച്ചിൽ നിന്നാണ് ഈ ബ്ലൂ ലഗൂണിലേക്ക് ബോട്ട് കിട്ടും നമുക്ക്. അവിടുന്ന് അങ്ങനെ പോകാനുള്ള പരിപാടിയാണ്. അക്കമാസ് പെനിൻസുലയിലേക്ക് ഇവിടുന്ന് 1 day ട്രിപ്പ് പോകുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വേണം പോകാൻ പറ്റും. അതിന് ചാർജ് എന്ന് വെച്ചാൽ ഏകദേശം 55 euro പെർ പേഴ്സൺ ഒക്കെയാണ് വരുന്നത്. അറൗണ്ട് അവർ റേഞ്ചിലാണ്. ഓരോ ടൂർ കമ്പനിക്ക് അനുസരിച്ച് വ്യത്യാസം വരുമായിരിക്കും. രാവിലെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണിയുള്ള ഒരു 1 day ട്രിപ്പാണ്. അങ്ങനെ പോയിട്ട് എല്ലാം കണ്ടിട്ട് 4x4 ഇതിൽ പോയിട്ട് ഫുള്ള് കണ്ടിട്ടൊക്കെ വരാം. അല്ലെങ്കിൽ ലെറ്റ്സി ബീച്ച് പോയിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് കപ്പൽ അല്ലെങ്കിൽ ബോട്ട് പിടിച്ചിട്ട് ഈ ബ്ലൂ ലഗൂണിൽ കണ്ടിട്ട് ഇങ്ങനെ ഫുൾ കണ്ടിട്ടൊക്കെ വരാം. അങ്ങനെ പോകുന്ന സമയത്ത് ഈ അക്കമാസ് പെനിൻസുലയിലുള്ള സ്ഥലങ്ങൾ നമ്മൾ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞത്. അവിടെ ഹൈക്ക് ചെയ്തൊക്കെ പോയിട്ട് വരും. ഇതാവുന്ന സമയത്ത് 4x4 ആവുന്ന സമയത്ത് കടലിലൂടെ പോവില്ല, കരയിലൂടെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരും. അങ്ങനെ സംഭവമാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസം വേണം 2 ദിവസം അങ്ങനെ പോകും ചെയ്യാം. നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മലയാളികളെ കണ്ടില്ല സൈപ്രസിൽ നിന്നുള്ള പരാതി അങ്ങ് തീർത്തു. 2 ഫാമിലി അവിടെ നമ്മൾ അവിടെ കണ്ടുപിടില്ലേ. ഒരുമിച്ച് അവർ 2 പേരും പരിചയപ്പെട്ട്. ഒരു ഫാമിലി UK വന്നതാണ്, നെതർലാൻഡ്സിൽ വന്നവരാണ്. അപ്പൊ UK വന്ന ഹണിച്ചേട്ടനും പാർവതി ചേച്ചിക്കും മക്കൾക്കും ഹായ്. അതുപോലെ നെതർലാൻഡ്സിൽ വന്ന സത്യക്കും അമ്മയ്ക്കും ഹായ്. ലത്സി ബാത്സ് ഓഫ് അഫ്രോഡൈറ്റ്. ഈ ലത്സിയിലേക്ക് നമ്മൾ പോകുന്നത്. അവിടെ നിന്നാണ് ഈ പറയുന്ന ബ്ലൂ ലഗൂണിലേക്കുള്ള ബോട്ട് പിടിക്കേണ്ടത്. ഇവിടുത്തെ സ്ഥലത്തിന്റെ പേരുകളൊക്കെ ഒരു വെറൈറ്റി പേരാണ്. ചിലതൊക്കെ വലിയ പേര് കാണും, വായിക്കാൻ കിട്ടൂല. നമ്മൾ പറയുന്ന ചിലപ്പോൾ പ്രൊണൗൺസിയേഷൻ ഒന്നും കറക്റ്റായി വരില്ല കേട്ടോ. നമ്മൾ എങ്ങനെ കാണുന്നു അതുപോലെ വായിക്കുന്നു മാത്രമേ ഉള്ളൂ. മൊട്ടക്കുന്നിന്റെ മുകളിൽ കൂടെ പോകുന്ന ഒരു ഫീലില്ലേ? മാടായി പറയണം. ഞാൻ പറയാൻ വരുമായിരുന്നു, മാടായി പറയുക അതേപോലെ അല്ലേ. നിങ്ങൾ മനസ്സിലായിങ്ങനെ വായ ഉറക്കുന്നതേ ഉള്ളൂ. ദൂരെ നമുക്ക് ഇതാ കടല് കാണാം. ആ ഒരു ബീച്ച് സൈഡിലോട്ടാണ് നമ്മളെ ലക്ഷ്യം. ഇവിടെ ഫുള്ള് ഇങ്ങനെ ഇത് വെച്ചിട്ടുണ്ടോ, സോളാർ പാനൽ ഉണ്ടോ? എല്ലായിടത്തും സോളാർ പാനൽ വെച്ചിട്ടുണ്ട്. ഒരു താഴെ നിറച്ച് സോളാർ പാനൽ. സോളാർ പവർ ഇവരെ നല്ലോണം എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം നല്ല സൺഷൈൻ കിട്ടുന്ന സ്ഥലമാണല്ലോ. പക്ഷെ ഇലക്ട്രിക് വണ്ടികൾ കുറവാണ് കേട്ടോ. കണ്ടിട്ടുണ്ട് ടെസ്ലയും ഇതൊക്കെ. ഞാൻ അത്യാവശ്യം ഒരു ടെസ്ലയായിട്ട് കണ്ടുള്ളൂ ഇതുവരെയായിട്ട്. ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ 2 സ്ഥലത്താണ് കണ്ടിരുന്നു അല്ലേ. പാർക്കിംഗ് ഏരിയയിൽ ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് വണ്ടിയൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എവിടെ വെച്ചാലും ഫ്രെയിമാണ്. ഇടത്തോട്ട് വെക്കണം, വലത്തോട്ട് വെക്കണം. ലെറ്റ്സി ബീച്ചിൽ ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയയിൽ വണ്ടി ഇട്ടിട്ട് കാണാൻ അടിപൊളി സ്ഥലം കേട്ടോ. ഒരു ഫോർട്ട് കൊച്ചി ലുക്ക്. ഇവിടെ ഇങ്ങനെ എത്തിയിട്ട് നമ്മൾ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിഷറീസ് ആൻഡ് മറൈൻ റിസർച്ച് എന്നൊക്കെ പറഞ്ഞു. ഇതിന് മറൈൻ പോലീസിൻ്റെ ഒക്കെ ലൊക്കേഷൻ തന്നു. കളറ് കൊള്ളാം അല്ലേ. വൈറ്റും ബ്ലൂവും കൂടെ ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവരെ സ്റ്റൈല്. നമ്മളിങ്ങനെ ബോട്ട് ഫോർ ഹയർ എന്ന് പറഞ്ഞാൽ കുറേ സ്ഥലങ്ങൾ കാണുന്നുണ്ട്. ബ്ലൂ ലഗൂണിലേക്കുള്ള ബോട്ട് ഫോർ ഹയർ എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ബോട്ടുകൾ ഹയർ ചെയ്യാൻ കുറേ സ്ഥലങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ആൾക്കാരെയൊന്നും കാണുന്നില്ലല്ലോ ചോദിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ഇങ്ങനെ ഏതെങ്കിലും ഒരു ബോട്ട് ഹയർ ചെയ്ത് പോവുക, എന്നിട്ട് അതുപോലെ തിരിച്ചു വരിക. അതാണ് സംഭവം. ലച്ചിന്നും ലച്ചിന്നും രണ്ടും പറയുന്നുണ്ട് അല്ലേ. ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. ബാത്സ് ഓഫ് അഫ്രോഡൈറ്റ് ഏരിയ ഉണ്ട്. സെൻറ്റ് ജോർജ് ചർച്ച്, സെൻറ്റ് ജോർജ് ഐലൻഡ് ഇതുണ്ടാ. സെൻറ്റ് ജോർജ് ഐലൻഡിൽ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകും. പ്ലാജി ബേ, മണോളി സീ കേസ്, ബ്ലൂ ലഗൂണിൽ സ്വിം ചെയ്യാം, സൺസെറ്റ് ക്രൂസ്, ഗ്ലാസ് ബോട്ടം, ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്.
അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതാ ഒരുപാട് ബോട്ടുകൾ, ഇതൊക്കെ ബ്ലൂ ലഗൂൺ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ നമ്മളെ കൊണ്ടുവന്നതാണ്. ഇത് വേണം നമുക്ക് സ്വന്തമായിട്ട് ഇവിടെ വന്ന് ബോട്ട് ഹയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് മാത്രം മതി എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇവിടെ ആരും കാണാനില്ല, ചോദിക്കാൻ വേണ്ടി. ഇവിടെ റേറ്റ് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കാണില്ല, ഇങ്ങനത്തെ ബോട്ടുകൾ നമുക്ക് സെൽഫ് ഹയർ ചെയ്തിട്ട് നമുക്ക് ഓടിക്കാം. അപ്പോൾ ഇവിടുത്തെ മൊത്തത്തിലുള്ള പരിപാടി ഞാൻ പറഞ്ഞുതരാം. ഈ ലാച്ചി വാട്ടർ സ്പോർട്സ് സെൻറ്റർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നുള്ള ഈ സർവീസസ്, ഇങ്ങനത്തെ പ്രൈവറ്റ് സർവീസസ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ബോട്ട് ഹയർ ചെയ്ത് പോകാൻ പറ്റും. പ്രൈവറ്റായിട്ടും പോകാം, നമ്മൾ സ്വന്തമായിട്ട് പോകാം, എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്ന അങ്ങനത്തെ ബോട്ട് വേണം പോകാം. അവരൊക്കെ പോയി ചെയ്യുന്നത് വെച്ചാൽ ഇത്രയും സ്ഥലങ്ങളാണ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലങ്ങളുള്ളത്. നമ്മളുള്ളത് ഈ ലാച്ചി വാട്ടർ സ്പോർട്സ് സെൻറ്റർ എന്നല്ലേ, ലാച്ചി വാട്ടർ സ്പോർട്സ് സെൻറ്റർ ബോട്ട് ഹെയർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത്. ആദ്യം നമ്മൾ അഫ്രോഡൈറ്റ് റോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകും. നെക്സ്റ്റ് വെച്ചാൽ സെൻറ്റ് ജോർജസ് റീഫ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, സെൻറ്റ് ജോർജസ് ഐലൻഡ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് ആംഫി തിയേറ്റർ ബേ ഉണ്ട്. അടുത്ത വെച്ചാൽ മനോലിസ് ബേ ഉണ്ട്. ബ്ലൂ ലഗൂൺ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഈ ബ്ലൂ കളർ സീ ഉള്ള സ്ഥലം, ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറുള്ള. അത് കഴിഞ്ഞാൽ ഫൊണ്ടാന അമറോസ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഫാന്റാസ്റ്റിക് സ്പോട്ട് ഫോർ സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ പോകാമെന്ന് പറയുന്നത്. പിന്നെ ഒരു സാധാ ബീച്ച്, റീഫ് ബീച്ച് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അങ്ങനെ ഇത്രയും സ്ഥലങ്ങളിലോട്ട് ഒരു ബോട്ട് ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടുത്തെ പരിപാടി. വിൻ്റർ ടൈമിൽ ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. സമ്മർ ടൈമിൽ വന്നാലും നിങ്ങൾക്ക് ഗ്രൂപ്പ് ടൂർ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണുള്ളൂ. എല്ലാ പ്രൈവറ്റ് ടൂർ പരിപാടി ഇവിടെ ക്ലോസ്ഡ് ആണ്, മാർച്ചിൽ തന്നെ ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലച്ചി വാട്ടർ സ്പോർട്സ് സെൻറ്റർ, അപ്പോൾ ടൂർ സെറ്റപ്പാണ്. അപ്പോൾ അവരുടെ വലിയൊരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർക്കായാലും ലിമിറ്റഡ് ഓപ്ഷൻസേ ഉള്ളൂ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബോട്ട് ഹയർ ചെയ്യുന്ന പരിപാടി ഇപ്പോൾ ഇല്ല, വലിയ ഗ്രൂപ്പായിട്ട് പോകുന്നതും ഇല്ല. ആകെ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ലക്ഷറി ബോട്ട്സിൽ 3-4 ബോട്ടുകൾ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും കുറഞ്ഞത് 8 പേർക്ക് പോകാൻ പറ്റുന്ന 1 ഹവറിന് €135 ചാർജുള്ള ഒരു ബോട്ടാണുള്ളത്. ഇപ്പം നല്ല തണുപ്പുള്ളതാണ്, റഫ് സീ ആണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ റെക്കമെൻഡ് അല്ല. അവർ 1 to 2 ഹവറാണ് അവർ പറയുന്നത്. പ്ലസ് പെട്രോൾ എത്രയാണ് നമ്മളവിടെ ചിലവായത് ആ പൈസയും കൂടെ കൊടുക്കണം. അതാണ് ഉള്ളത്. 8 പേർക്ക് വരെ പോകാൻ പറ്റും. നമ്മളത് ഇപ്പോൾ തൽക്കാലം ഓപ്റ്റ് ചെയ്യുന്നില്ല. നമ്മളിനി നെക്സ്റ്റ് ബഗ്ഗി കിട്ടുമോ നോക്കട്ടെ. നമ്മളങ്ങനെ ബഗ്ഗി റെന്റ് ചെയ്യാൻ തീരുമാനിച്ച് പൈസ അഡ്വഞ്ചർ റൈഡിന് പോവാണ്, ഓഫ് റോഡ് റൈഡിന് അല്ലേ. നമ്മളതിന് സ്വന്തമായിട്ട് ഓടിച്ച് പോകുന്ന 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ബഗ്ഗി റെന്റ് എടുത്തിട്ടുണ്ട്. പെട്രൈഡസ് റെന്റൽസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ക്വാഡ് ബൈക്സ് ഉണ്ട്, ഇങ്ങനത്തെ 4 പേർക്ക് പോകേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ 2 പേർക്ക് പോകേണ്ടത് നമ്മൾ എടുക്കുന്നത്. അതുപോലെ സൈക്കിൾ ഉണ്ട്, ഇലക്ട്രിക് ബൈക്ക് ഉണ്ട്, എല്ലാം നമുക്ക് ഇവിടുന്ന് റെന്റ് ചെയ്യാൻ പറ്റും. നല്ലൊരു സംഭവമാണ്. ഈ ബീച്ചിൻ്റെ സൈഡിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ റെന്റ് ചെയ്തിട്ടുണ്ട്. €100 ആണ് കേട്ടോ 4 മണിക്കൂറിന് ചാർജ്. പെറ്റിഡസ് റെന്റൽസ് എന്ന് പറയുന്നവർക്ക് മോട്ടോർ ബൈക്സ് ഉണ്ട്, ഇ ബൈക്സ് ഉണ്ട്, ക്വാഡ് ബൈക്സ് ഉണ്ട്, ബഗ്ഗീസ് ഉണ്ട്, എല്ലാ സംഭവങ്ങളും കേട്ടോ. 2% പോകുന്ന, 3% പോകുന്ന, 4%, 6% പോകുന്ന ഒക്കെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഓക്കെ ഓക്കെ. Now for drive, push the brakes. One time, leave it, check the computer. After start. ഓക്കെ, ബെൽറ്റ് ഇടാം. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രേക്കിന് മുകളിൽ കാല് വെക്കുക, ഇത് തിരിക്കുക. ഇത് ഓക്കെ ആയി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുക. പാർക്കിങ്ങിന് ഇത് റിവേഴ്സാണ്, ഇത് ന്യൂട്രലാണ്, ഇത് ഹൈ ഗിയറാണ്, ഇത് ലോ ഗിയറാണ്. അത്രേ ഉള്ളൂ. ഹൈ ഗിയർ ഇടുക, സാധനം പോലെ ഓടിച്ചു പോവുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നും സംഭവമില്ല. പാർക്ക് ചെയ്യാൻ വേണ്ടി തിരിച്ച് പാർക്കിങ്ങിലിടുക, ഓഫ് ചെയ്യുക. എന്നൊക്കെ പോവല്ലേ, നല്ല പോക്കാണ്. പൊളഞ്ഞൊക്കെ പോവും. ഇതാണ് ആജിയോസ് മിനാസ് ചാപ്പൽ. നമ്മളെ ഈ അക്കമാസ് പെനിൻസുലേൻ്റെ ഉള്ളിലുള്ള ഒരു ചാപ്പലാണിത്. അവിടെ പാർന്ന കൊടി എന്ന് പറഞ്ഞാൽ ഗ്രീസിന്റെ കൊടിയാണ് കേട്ടോ. You are entering into Akamas Peninsula. Wow. വാക്കിംഗ് ടൂർ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിങ്ങോട്ട് പോയാൽ 5 കിലോമീറ്ററിന്റെ വാക്കിംഗ് ടൂർ ഉണ്ട്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് 2 കിലോമീറ്ററിന്റെ ചെറിയ വാക്കിംഗ്
മാപ്സ് നോക്കുമ്പോൾ കാണുന്നുണ്ട്. ഇതാണ് കേട്ടോ, ഇങ്ങനെ ലാവയാണോ എന്നുള്ളത് അറിഞ്ഞൂടാ, പക്ഷേ ഒരു ഹൈക്കിംഗ് ഏരിയ ആണ്. ഇവിടെ നിർത്തിയിട്ട് ഹൈക്കൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ വലത്ത് ഭാഗത്തോട്ടുള്ള ഏരിയയിലോട്ട് നമ്മളിങ്ങനെ കറങ്ങി പോകുന്നത് കേട്ടോ. ഈ ഇടത്ത് ഭാഗത്തുള്ളത് അക്കാമാസ് നാഷണൽ പാർക്ക് എന്നാണ് പറയുന്നത്. പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. അങ്ങോട്ട് നമുക്ക് ATV ഒക്കെ അടിച്ച് പോകാൻ പറ്റും. പക്ഷെ നമുക്ക് അങ്ങോട്ട് ആ ഒരു റൂട്ട് നമ്മളതിൽ ഇല്ല. നമുക്ക് അങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ കുറച്ചുകൂടി സമയം വേണം. അതുപോലെ ആ എൻഡ് കാണുന്ന അതും മെഡിറ്ററേനിയൻ സീൻ്റെ പാർട്ടാണ്. അവിടെ ഒരു ഹിസ്റ്റോറിക്കൽ ലാൻഡ് മാർക്ക് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ്. പക്ക ഓഫ് റോഡാണ് അങ്ങോട്ട്. നമ്മൾ ഈ ഒരു സംഭവത്തിൽ ഇവിടെ പാർക്ക് ചെയ്തിട്ട്, ഇവിടെ ബഗ്ഗി പാർക്ക് ചെയ്ത് ഈ സംഭവം മുഴുവൻ നടന്നു കയറണം. നമ്മൾ ഇത് നടന്നു കയറാൻ എന്തായാലും ഒരു 3/4 മണിക്കൂർ എന്തായാലും എടുക്കും. നടന്നു കയറി പ്രത്യേകിച്ച് നമ്മളാണെങ്കിൽ വീഡിയോ എടുത്തിട്ടില്ല വരുള്ളൂ. അതെ, നമുക്ക് കുറച്ച് പരിപാടി ഉണ്ടാവും ഇതിന്. പക്ഷെ മുകളിൽ കയറി കഴിഞ്ഞാൽ മൊത്തം ഫുൾ ഒരു മെഡിറ്ററേനിയൻ സീയുടെ ഫുൾ വ്യൂ കിട്ടും. ആ വ്യൂ തൽക്കാലം നമ്മൾ മിസ്സാക്കിയിട്ട് നമ്മൾ ഇമ്പോർട്ടൻറ്റ് വ്യൂ ആയ ബ്ലൂ ലഗൂൺ വ്യൂയിലേക്ക് പോവുകയാണ്. നല്ല കംഫർട്ടബിൾ ഇതല്ലേ? നല്ല ബഗ്ഗി, ബാക്ക് സപ്പോർട്ട് ഒക്കെ അടിപൊളിയാണ്. ഇവിടെ ഈ പിന്നെ ഇതുണ്ടല്ലോ, നമ്മളെ ലംബ സപ്പോർട്ട്, നല്ല സപ്പോർട്ട് ഉണ്ട്. അവിടെ എത്ര കുലുക്കുണ്ടെങ്കിലും എത്ര ഓഫ് റോഡ് പോയി കഴിഞ്ഞാൽ ഒന്നും അറിയുന്നില്ല. സീറ്റ് ബെൽറ്റിൽ ടൈറ്റ് ആണ്. അതെ, ഹാർനസ് ആണ്, സീറ്റ് ഹാർനസ് ആണ് ഈ സാധനം. ഇങ്ങനെയല്ലേ റേസിംഗ് ഡ്രൈവേഴ്സ് ഇടുന്ന പോലത്തെ സാധനമാണ്. ഇതൊക്കെ നിസ്സാരല്ലേ? ഇതിന് ഒന്നും അറിയാനും കൂടില്ല. നമ്മളങ്ങനെ ഓഫ് റോഡ് പോകുന്നില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ അറിയുന്നില്ലല്ലോ. അടിപൊളി കേട്ടാ. അങ്ങനത്തെ വണ്ടി വാങ്ങിച്ചിട്ടാലോ? അവിടെ കിടക്കുള്ളൂ. യുഎഇയിലെ ഡെസേർട്സ് ആണ് മൊത്തം. യുഎഇയിൽ ഇതിനെ കൊണ്ടൊരു കാര്യമില്ല. ഡു നോട്ട് ടച്ച് എനി മിലിറ്ററി ഡെബ്രീസ്, ഇറ്റ് മേ എക്സ്പ്ലോഡ് ആൻഡ് കിൽ യു. എന്റെ അമ്മേ, എവിടെയാന്തോ ഇനി ഇവിടെ മറ്റേ മൈനൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടോ? പണ്ട് മറ്റേ നോർത്ത് ആൻഡ് സൗത്തിന്റെ പ്രശ്നത്തിലെ നോർത്തേൺ സൈപ്രസ് സദേൺ സൈപ്രസ് പ്രശ്നങ്ങൾ ഈ ഏരിയയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മിലിറ്ററി മറ്റേ മൈനൊക്കെ കുഴിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങോട്ടൊന്നും അധികം നടക്കരുത്. ഇതൊക്കെയാണ് ഇറങ്ങാൻ പറയുന്നത്. കാര്യമായിട്ട് തന്നെയല്ലേ ഇത്? ഇതുവഴി ഇറങ്ങാൻ തന്നെയല്ലേ പറയുന്നത്? അല്ലേ, വഴി തന്നെ കാണിക്കുന്നത്. ഇറങ്ങുമായിരിക്കല്ലേ? ആ, എന്റെ പൊന്നോ, എന്റെ മോനെ, ഇത് കാണുന്ന പോലെയൊന്നുമല്ല. നല്ല കുത്തനെയുള്ള വലിയ വലിയ കല്ലുകളാണ്. സാധാ നമ്മളെ 4x4 ഇറങ്ങും തോന്നുന്നില്ല. ഏത് വഴി എടുക്കണ്ടേ? ഓ മൈ ഗോഡ്, സൂക്ഷിച്ചെടുക്കണേ. പൊളിയിടാ എന്റെ മോൻ, ഇതൊന്നും ഒന്നുമല്ല, ചീള് കേസ്. അടിപൊളിട്ടാ. എന്താണത്? ഓ, ഞാൻ വന്ന വഴിയായിരുന്നല്ലേ ഇത്? ഇങ്ങനെ കണ്ടോ, വലിയ വലിയ കല്ലുകൾ, വലിയ കട്ടറാണ്. ആ, ചില്ലറയൊന്നും അല്ല. അയ്യോ, അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് താഴോട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ. കേറി കേറി അടുത്ത നമ്മൾ ആ ഇറങ്ങിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഇത് ഈസ് ഓൾസോ, ഓ മൈ ഗോഡ്, അതിനെക്കാട്ടിയും വളരെ ഡേഞ്ചറസ്. എന്താണല്ലേ? അയ്യോ, വണ്ടി മൊത്തത്തിൽ ചെരിഞ്ഞു കണ്ടില്ലേ? ചെരിഞ്ഞാണ് ഗൈസ് പോകുന്നത്, ചെരിഞ്ഞാണ്. ഒരു രക്ഷയില്ലടാ. അമേസിംഗ് എക്സ്പീരിയൻസ്. സൈപ്രസ് വന്നതിലെ ഏറ്റവും വലിയ മെമ്മറബിൾ ഡേ ആയിരിക്കും അല്ലേ? നമുക്ക് ഇങ്ങനത്തെ ഇതാണ് അഡ്വഞ്ചർ ഡ്രൈവിംഗ് ആണല്ലോ ഇഷ്ടം. എൻ്റെ അമ്മേ, ഇതൊരു രക്ഷയില്ലട്ടാ. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായ അക്കാമാസ് പെനിൻസുല അല്ലെങ്കിൽ ബ്ലൂ ലഗൂൺ കാണാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്, എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓ മൈ ഗോഡ്, ഇതൊക്കെ കാണുന്നതൊക്കെ ബ്ലൂ ലഗൂൺ ഏരിയ ആണ്. ഇതാണ് ശരിക്കും എന്താണ് മിഡിൽ ഈസ്റ്റ് മെഡിറ്ററേനിയൻ സീയുടെ ആ ഒരു ബ്യൂട്ടി കറക്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വരണം അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ ടർക്വൈസ്, അതിന്റെ കളറിന്റെ പേര് ടർക്വൈസ്.
ബ്ലൂ ലഗൂൺ എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്സിൽ കൊടുത്ത ലൊക്കേഷനിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. എത്തിയപ്പോൾ കാണുന്ന ലുക്ക് കണ്ടോ, അതാ ഇതാണ് മോനെ ലുക്ക്. നോക്കിയേ, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് കാണുന്നില്ലേ, ഫുള്ള് കാണാം. ഇതാ ഇങ്ങനെ ബോട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവഴിയേ വരും കേട്ടോ. ഇങ്ങനെ ബോട്ടിൽ വരും, ഇത് ഫുള്ള് കാണാൻ പറ്റും. ഇതൊക്കെ അഫ്രോഡൈസ് റോക്കിൻ്റെ പാട്ടിൽ പെട്ടതാണ് ഇങ്ങനെയൊക്കെ കാണുന്നതൊക്കെ. ബ്ലൂ ലഗൂൺ എന്ന് പറയുന്നത് ഇവിടെ ഇറങ്ങിയിട്ടാ, ഇവിടെയൊക്കെ നിങ്ങൾക്ക് നീന്താൻ പറ്റും. അതുവഴി ഇങ്ങനെ ഈ ക്ലിഫിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങണം. അവിടെയൊക്കെ ആൾക്കാരെ കാണുന്നില്ലേ, അതുപോലെ നിങ്ങൾ താഴോട്ട് ഇറങ്ങണം. താഴോട്ട് ഇറങ്ങിയിട്ട് ഇവിടെയൊക്കെ നീന്താൻ പറ്റും. ഇത് കാണുന്നില്ലേ, സൂപ്പർ പ്ലേസ് എന്ന് വെച്ചാണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത പ്ലേസ് ആണ് ഇത്. ഫുള്ള് റോക്കും ഇതൊക്കെ ആയിട്ടാണ്. ഇതാ എന്താ അതിൻ്റെ വാട്ടറിൻ്റെ നിറം നോക്കി താഴോട്ടെല്ലാം കാണാൻ പറ്റും. അടിപൊളി ലൊക്കേഷനാണ്, കിട്ടുവാണ്. നമ്മളങ്ങനെ നമ്മളെ ട്രെയിലിൻ്റെ ഫൊണ്ടാന അമറോസ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇതൊരു ബീച്ചാണ്, ഇവിടുത്തെ ഫൊണ്ടാന അമറോസ ബീച്ചാണ്. ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ഓഫ് റോഡ് പോകാൻ പറ്റും, വണ്ടി എടുത്ത് പോവാം. പക്ഷേ ഇപ്പോൾ നമ്മുടെ ട്രെയിനിൽ അത് ഇൻക്ലൂഡഡ് അല്ല. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം കൂടുതൽ എടുക്കും നമുക്ക്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നടന്നിട്ട് പോകാൻ പറ്റും, കുറച്ച് ദൂരം നടക്കാനുണ്ട്. അവിടെയാണ് അക്കാമാസ് പെനിൻസുല എന്ന് പറഞ്ഞിട്ട് ഏറ്റവും എൻഡിൽ നമുക്ക് പോയി നിന്നിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. കിടിലൻ പ്ലേസ് ആണ്. അതുപോലെ ഇത് കാണുന്നില്ലേ, ആൾക്കാരതാ അതിലൂടെ നടന്ന് വരുന്ന, ഇതൊക്കെ നമുക്ക് ഹൈക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ഇതൊരു ബീച്ചാണ്, ഇവിടെ നിങ്ങൾക്ക് ഇറങ്ങി കുളിക്കാനും ഇതൊക്കെ പറ്റും. കാരണം ബ്ലൂ ലഗൂൺ ഈ സൈഡിലോട്ടുള്ള ഒരു മണോലിസ് ബേ എന്ന് ഗൂഗിൾ മാപ്സിൽ കാണുന്ന സ്ഥലമുണ്ടോ. ഇത് ഒരു രക്ഷയില്ല, എൻ്റെ അമ്മോ എന്താ ലുക്ക്, കിട്ടൂന്ന് വെച്ചാൽ കിടൂ. ഇതിങ്ങനെ ഉള്ളോട്ട് ഇങ്ങനെ ഒരു കടലെടുക്ക് പോലെ ഇങ്ങോട്ട് കയറി കിടക്കുന്ന സംഭവമാണ്. കണ്ടോ, ഡിഫറെൻറ്റ് കളറൊക്കെ ആയിട്ട്. ഷോ അതാ അങ്ങോട്ടൊരു ഗുഹ പോലെയൊക്കെ അതാ സീ കേവ് കിടലം പ്ലേസ് ഇട്ടാ, അടിപൊളി. അത് സാൻഡ് ആണോ? അല്ല, അത് പ്രത്യേക കളറല്ല ഇത്. വാവ്, അടിപൊളി. ഇതൊരു രക്ഷയില്ലാത്ത സ്ഥലമാണല്ലോ. ഇവിടെ ഒരു കൈവരി വരെ ഇല്ല, ഈ മരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നേരെ താഴോട്ടാണ്ടാ. ഈ ഓഫ്ലൈൻ മാപ്പ് വെച്ച് വന്നിട്ട് വഴി തെറ്റിയോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും ഇത് നോക്കിയാൽ എന്താ താഴോട്ട് ഒരു രക്ഷയില്ല. താഴോട്ടും എന്താ ഇത്, എങ്ങനെ ഇത് ഇതിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന സമയത്തെ നമ്മളവിടെ വണ്ടി വെച്ചിട്ട് ബാസ് ഓഫ് അഫ്രോഡൈറ്റ് അങ്ങോട്ട് പോകാം കേട്ടോ. അവിടെ എൻട്രൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കീപ് ദ എൻട്രൻസ് ക്ലോസ് പ്ലീസ്. ഓക്കെ, ഹലോ. ഒരു കാട്ടിനുള്ളിൽ കയറിയിട്ടല്ലേ, അരുവിയുടെ സൗണ്ട് വല്ലതും നോക്കാം. അയ്യോ അടിപൊളിയടേ, ഇത് കിട്ടുമല്ലേ. വാവ്, അടിപൊളി. അരുവിയുടെ ശബ്ദമുണ്ട്, സൗണ്ട് ഉണ്ടല്ലേ. ഈ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ സൗന്ദര്യവും ഇതൊക്കെ വരുന്നതാണ്. ബാത്ത് ഓഫ് അഫ്രോഡൈറ്റ്. അഫ്രോഡൈറ്റ്, ദ ഗോഡസ് ഓഫ് ബ്യൂട്ടി ആൻഡ് ലവ്, യൂസ് ടു ബാത്ത് ഇൻ ദ പോണ്ട് ഓഫ് ദിസ് നാച്ചുറൽ ഗ്രോട്ടോ. ഇവിടുന്നാണ് അഫ്രോഡൈറ്റ് എന്ന് പറഞ്ഞ ഗോഡ് പിന്നെ കുളിച്ചിരുന്നതെന്നാണ് പറയുന്നത്. ആ ഗോഡ് കുളിച്ചിരുന്ന സ്ഥലമാണ്. അപ്പം ഇവിടുന്ന് നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എറ്റേണൽ ഡു നോട്ട് എൻ്റർ ടു ദ പോണ്ട്, ഇവിടെ കുളിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. വേണമെങ്കിൽ നോക്കി എങ്ങനെ മഴ പെയ്യുന്ന പോലെ എങ്ങനെ പെയ്യുന്ന നോക്ക്. അത് വെള്ളമല്ലേ, മുകളിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന അടിപൊളി ലുക്കായിരുന്നു സംഭവം. ബാത്സ് ഓഫ് അഫ്രോഡൈറ്റിന് മുകളിലോട്ട് ഒരു ചെറിയൊരു ഗാർഡൻ പോലെയൊക്കെ ഉണ്ട്. നമ്മുടെ മറ്റൊരിടത്ത് കണ്ട പോലെ തന്നെ അഫ്രോഡൈറ്റിൻ്റെ മിത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കിട്ടും. അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പോവാം, മുകളിലോട്ട് കയറാം. മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരു ഗാർഡൻ പോലെയൊക്കെ ഉണ്ട്. ഭയങ്കര ലുക്ക് തന്നെ അല്ലേ. ഇത് കടലിൻ്റെ തീരത്താണെന്ന് വല്ലവരും കണ്ടാൽ മനസ്സിലാവും. വല്ല എന്താണ് ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ കയറിയ പോലെ ഉണ്ട് ഇങ്ങനെ കാണുമ്പോൾ. പക്ഷേ ഇത് നമ്മളെ മെഡിറ്ററേനിയൻ സീന് തൊട്ടടുത്താണ്. ഇങ്ങനെ നേച്ചർ ട്രെയിലാണല്ലോ, ഇങ്ങനെ നല്ല വൃത്തിയുള്ളൊരു നേച്ചർ ട്രെയിലാണ്. ഇങ്ങനെ പോയിട്ട് നമുക്ക് ഫുള്ള് കാണാൻ പറ്റും. സൂപ്പറാണ് കേട്ടോ അത്. വാവ്,
കടലിൻ്റെ അടുത്തായത് പറഞ്ഞാൽ ആരെയും വിശ്വസിക്കുമോ? അടിപൊളിയിട്ടത്. സോ എന്താ ലുക്ക്. ബാസ് ഓഫ് അഫ്രോഡൈറ്റിന് നല്ലൊരു എൻട്രൻസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ചുറ്റും ഇവിടെ ഇങ്ങനെ പാർക്കിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടന്നു പോയിട്ടൊക്കെ കാണാൻ പറ്റും. ഇതിന് നിങ്ങൾ ടിവിയും കാര്യങ്ങളൊന്നും കൊണ്ട് ഡയറക്റ്റ് ഇങ്ങോട്ട് എൻട്രൻസ് ഉണ്ട്. ഉള്ളോട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് ഈ ബഗ്ഗിയൊക്കെ എടുത്ത് പോകേണ്ടത്. ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് പോകാൻ പറ്റും. അക്കമാസ് പെനിൻസുലയിൽ നിന്ന് എല്ലാം കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. നമ്മളിത് നല്ല റോഡിലേക്ക് എത്തി. തിരിച്ച് നമ്മൾ റെൻ്റലിൻ്റെ സ്ഥലത്തോട്ട് പോവുകയാണ്. തിരിച്ച് വണ്ടി കൊടുക്കണം. എന്തായാലും നല്ല സർവീസാണ്. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടികളാണ്. പുതിയതാണ്, കണ്ടീഷനാണ്, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും നല്ല രീതിയിൽ നീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ കൊണ്ടുവന്ന സാധനം അത് അപ്പം തന്നെ അവർ വാഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ സർട്ടിഫൈഡ് ബെസ്റ്റ് ഡ്രൈവർ നല്ലപോലെ ഓടിച്ചു കഴിഞ്ഞാൽ ഇല്ലാതെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് ഫോർ ബ്രില്യൻറ്റ് ആൻഡ് ഹൈ സ്റ്റാൻഡേർഡ് ഡ്രൈവിംഗ്. പിന്നല്ല നമ്മളെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ക്വാഡ് ബൈക്കിലുള്ള. എന്തായാലും അടിപൊളിയാണ്. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ അക്കമാസ് പെനിൻസുലയിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തുള്ള ഈ ഒരു സംഭവം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഓഫ് റോഡ് സർവീസ്, ഓഫ് റോഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം. വേറെ ഒരുപാട് റെൻ്റൽസ് ഉണ്ട്, ഇവിടെ നിന്ന് നമുക്ക് റെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് അല്ലേ നമ്മളെ. അടിപൊളിയായിരുന്നു അക്കമാസ് പെനിൻസുലയിലേക്കുള്ള ട്രിപ്പ്. കിടുവാണ്. ഇതുപോലെ നിങ്ങൾക്ക് അഡ്വഞ്ചറസ് ആയിട്ട് വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ATV അല്ലെങ്കിൽ ബഗ്ഗി എടുത്തിട്ട് വരാം. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ബോട്ട് ടൂർ ഉണ്ട്, അതാ കാണുന്നില്ല. അങ്ങനെ ആൾക്കാർ വന്നപോലെ ബോട്ട് ടൂറൊക്കെ ചെയ്തിട്ട് പോകാൻ പറ്റും. രണ്ട് വ്യൂ ആണ്. ഇവിടുന്ന് നിങ്ങൾക്ക് കടലിലോട്ടുള്ള വ്യൂ കിട്ടും. ആ ബോട്ടിൽ വന്നു കഴിഞ്ഞാൽ കടലിൽ നിന്ന് കരേന്റെ വ്യൂ കിട്ടും. രണ്ട് സെപ്പറേറ്റ് ഏരിയയാണ്. ആ ഒരു പച്ചപ്പൊക്കെ ഇങ്ങനെയുള്ള നല്ലൊരു വ്യൂ കടലിൽ നിന്ന് കാണാൻ പറ്റും. ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നേച്ചർ ട്രെയിലൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഒക്കെ വണ്ടി നിർത്തിയിട്ട് നേച്ചർ ട്രെയിലൊക്കെ ചെയ്തിട്ട് വരാം. ഇവിടുന്ന് ഇനിയിപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഇവിടുന്ന് ഞങ്ങൾ ഒരു 1 hour ഒക്കെ നടന്നു കഴിഞ്ഞാൽ അങ്ങ് എൻഡിലോട്ട് എത്താൻ പറ്റും. അങ്ങനെ നടക്കാൻ പറ്റും. അങ്ങനെ നടന്നിട്ട് ഒരുപാട് സ്ഥലങ്ങൾ അങ്ങോട്ടും കാണാനുണ്ട്. അടിപൊളി പ്ലേസ് ആണ്, സൂപ്പർ പ്ലേസ് ആണ് കേട്ടോ. സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ പാഫോസിലെ അക്കമാസ് പെനിൻസുല എക്സ്പെഡിഷൻ. ബ്ലൂ ലഗൂണും അക്കമാസ് പെനിൻസുലയും അടിപൊളിയായിരുന്നു കേട്ടോ. വർത്തായിരുന്നു. നമ്മൾ വന്ന് എൻജോയ് ചെയ്തു. നമ്മൾ എങ്ങനെയൊക്കെയാണ് ഓരോരോ എക്സ്പീരിയൻസസ് നമുക്ക് തരുന്നത്. ഓരോ ദിവസം ഓരോ എക്സ്പീരിയൻസ് ആണ് ഇവിടെ. അതാണ്. സോ നമ്മൾ നാളെ പോകുന്നത് ഒരു കിടിലൻ സ്ഥലത്തേക്കാണ്. നാളെ കുറച്ച് സ്നോ വീഡിയോസ് ആയാലോ നമുക്ക്? നാളെ സ്നോ വീഡിയോസിലേക്കാണ് പോകുന്നത്. വീണ്ടും വില്ലേജസ് ആൻഡ് സ്നോ. സൈപ്രസിൽ ട്രൂഡോസ് എന്ന് പറഞ്ഞൊരു മൗണ്ടൻ ഉണ്ട്. അവിടെ ഒരു മൗണ്ട് ഒളിമ്പസ് എന്ന് പറഞ്ഞിട്ടൊരു ലാർജസ്റ്റ് മൗണ്ടൻ ഉണ്ട്. അവിടെ ഇപ്പോൾ മഞ്ഞ് സ്നോ ആണ്. അതെ, മഞ്ഞ് വീഴുന്നൊക്കെ നമ്മൾ പലരും കേട്ടറിഞ്ഞു. അപ്പോൾ നാളെ നമ്മൾ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.